അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കേട്ടോ, അത് രാവിലെ കുട്ടികളെയൊക്കെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചുണർത്തുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ താഴത്തെ കിടന്നിരുന്ന് അവിടുന്ന് വിളിച്ചപ്പോൾ മുകളിലേക്ക് കയറി കിടന്നു. പിന്നെ ഇഷമോള് പിന്നെ ഞാൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ തന്നെ അലാറം അടിച്ചപ്പോൾ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കാണാനില്ലാണ്ടായപ്പോൾ കരയൊക്കെ ചെയ്തു. ഞാൻ ബാത്റൂമിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഇവരെക്കാളത്തിന് മുന്നേ എണീക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെന്നെ വിളിക്കാറ്. അപ്പോൾ ഇവരെന്നെ ഒരു 6:10 6 മണിയോട് കൂടിയിട്ടൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇഷമോളനെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. മുടി രാത്രി കെട്ടി കൊടുത്തത് അങ്ങനെ ഉയർന്ന് നിൽക്കാൻ മക്കനിട്ടപ്പോൾ. അപ്പോൾ അതൊക്കെ ശരിയാക്കിച്ചു. അപ്പോൾ ആച്ചൂട്ടൻ അവിടെ നിന്നിട്ട് തന്നെ മാറണ്ട് കേട്ടോ. അപ്പോൾ ആച്ചൂട്ടനെ ഒന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം, വേഗം വേഗം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴും മൂപ്പര് ഉറക്കത്തിൽ നിന്ന് ഉണരുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഉണർന്നാലും പിന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടേ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, വേഗാച്ചുട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കുട്ടികളെ തന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഇറക്കിയതാണ്. വണ്ടി നമ്മൾ രാത്രി ആകുമ്പോൾ അവിടെ കയറ്റി വയ്ക്കുമല്ലോ, അവിടെ നിന്ന് ഇറക്കിയതാട്ടോ. അപ്പോൾ മൂന്നാളെയും വെച്ചിട്ട് പോവുകയാണ്, മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോവാട്ടോ. വന്നിട്ട് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇവരെന്നെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഒരു 6:45 മദ്രസ തുടങ്ങി 8 മണി വരെ മദ്രസ ഉണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് വിളിക്കാനും വരണം. അപ്പത്തിന് നമ്മൾ ചെന്നിട്ട് ചായയും കടിയും ഉണ്ടാക്കലും പാല് മേടിക്കാൻ പോലും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചെത്തി കുട്ടികളെ അവിടെ ആക്കി ഞാൻ തിരിച്ചെത്തി. ഞാൻ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതാ കപ്പായിട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചു. നാഴി പാൽ തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ ഇന്നലെ നമ്മൾ 4 മണിക്ക് ചായ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ പാലിൽ ഒഴിച്ചിട്ട് വെള്ളത്തിന് പകരം ആ കട്ടൻ ചായ ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കുന്നത്. അതാണ് ആ കപ്പിൽ ഒരു കപ്പ് ചായ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ അളന്നിട്ട് തന്നെ അങ്ങനെ ഒഴിക്കുക ചെയ്യാം കേട്ടോ. നമ്മൾ തലേ ദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാൻ തരി ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കടല. പിന്നെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓഫ് ആവണത് അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നലെ കമൻറ്റ് ബോക്സ് ഓഫായത് ഇഷമോളുടെ മുറിവ് കാണിച്ചിട്ടാവും എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ഉണ്ണീനെ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശില്പയുടെ ഉണ്ണീനെ. അപ്പോൾ ആ കുട്ടീനെ കാണിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരുപാട് ചാനലിൽ ഒരുപാട് കുട്ടികളെ കാണിച്ചിട്ടുള്ള ചാനലൊക്കെ ഉണ്ട്. നമ്മുടെ ചാനലിൽ മാത്രം എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കും ഭയങ്കര ഇടങ്ങറാണ്. കമൻറ്റ് ബോക്സ് ഓഫായി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇടങ്ങറാട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ പോയി നോക്കുക. അപ്പോൾ ഞാൻ കുറേ വട്ടം ഓണാക്കി ഇടും കേട്ടോ. അപ്പോൾ 1-2 കമൻറ്റൊക്കെ വരും. പിന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും കേട്ടോ. എന്തായാലും ഇതിൽ ഓഫ് ആവാൻ സാധ്യതയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, ഇന്നലത്തേലും അധികം കുട്ടികളെ തന്നെ ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല. എന്താണെന്ന് അറിയില്ല, മുറിവ് കാണിച്ചിട്ട് തന്നെ ആയിരിക്കും വേണമെങ്കിൽ. അപ്പോൾ കടലക്കറി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള സബോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ട് ഉണ്ടാക്കുന്നത്, പുട്ടിലേക്ക് നമുക്ക് തേങ്ങ ഉടച്ചു, അതിലത്തെ വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് ഇതാ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും നമ്മൾക്ക് മൊബൈൽ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഡേ മൈ ലൈഫ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും അത് മുഴുവനാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ഡേയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളില്ല, ഉച്ചവരെയല്ലേ ഉള്ളൂ ഏകദേശം നമ്മുടെ പണിയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓരോ ദിവസവും ഓരോ വീഡിയോയിലും ഞാൻ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡേ മൈ ലൈഫ് പിന്നെ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച കാരണം കേട്ടോ ഞാനിതിപ്പോൾ ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കാലത്ത് 6 മണി മുതൽ നമുക്ക് ഒരു 9:30 വരെ ഭയങ്കര ധൃതിയാണ് പണിക്ക്. ഫോൺ എടുക്കാനോ എന്താ പറയുക, ഒന്നിനും ഒരു നേരമില്ല. കുറച്ച് നേരം ഒരു 1-2 സെക്കൻഡ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇരിക്കും. പിന്നെ അത് മുഴുവനായിട്ട് ചായ കുടിക്കാൻ ഇരിക്കുന്നില്ല കേട്ടോ. ഒരു ഗ്ലാസ് ചായ തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് കുടിച്ചിട്ട് തീർക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നിട്ട് കുടിക്കാനുള്ള സമയമില്ല. ഇവരെന്നെ കൊണ്ടുവരാൻ പോവണ്ടേ. അപ്പത്തിന് നമ്മുടെ പണികൾ കഴിയണ്ടേ. 8 മണിയാകുമ്പോൾ കുഞ്ഞ് വന്ന് മദ്രസ വിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് 8:45 പിന്നെ ബസ് വരും. അപ്പത്തിന് മുന്നേ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കണ്ടേ. അങ്ങനെയാണ് എല്ലാ ദിവസവും. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ ക്ലാസ്. ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു മദ്രസ വിട്ട് വരുമ്പോൾ നല്ല വിശന്നിട്ടാണ് വരും. അപ്പോൾ വന്ന പ്രാവശ്യം ചായയും കടിയെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒക്കെ ഉണ്ടാക്കി വയ്ക്കണ്ടേ. അപ്പോൾ ഞാനിത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവോള ഇട്ടിട്ട് വാട്ടി കൊടുക്കണം. എന്താ പറയുക, ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെയിട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കാറ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ കടലക്കറി വെക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് കറിവേപ്പിലൊക്കെ ഉണങ്ങിയേക്കണു. എന്നാലും ഞാൻ അതിലിട്ടു കേട്ടോ. ഉണങ്ങിയാലും ചെറിയ മണമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ കറിവേപ്പിലേക്ക്.
അപ്പോൾ സബോളയിൽ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമുക്കിനി പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിടാം. മുന്നേ തന്നെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയി ഇടണ്ട വിചാരിച്ചിട്ട് ഞാൻ മുന്നേ തന്നെ ഒരു കൂട്ടാൻ പാത്രത്തിലേക്ക് എല്ലാം എടുത്തിടാം കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയുക, കടല എടുത്തിട്ട് അരച്ചിട്ടും ചേർക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ തക്കാളി ഇട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ തക്കാളിയൊക്കെ വാടിയതിന് ശേഷം ഇട്ടത്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാഞ്ഞത്. അപ്പം ഇനി നമുക്ക് ചിക്കൻ മസാലയും കൂടിയും ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയും കൂടി ആയാലാണ്, പിന്നെ കുറച്ച് ഗരം മസാല പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചിക്കൻ മസാല ഇടാന്നുണ്ടെങ്കിൽ പിന്നെ ഗരം മസാലയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് രാത്രി 11:30 കഴിഞ്ഞിട്ടായിരുന്നു വോയിസ് കൊടുക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഡേ മൈ ലൈഫൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പീഡാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലെങ്തായി പോവും. സ്പീഡാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈകുന്നേരം 11 മണിയൊക്കെ 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാനിപ്പോൾ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടലൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടിയിൽ ഇരിക്കുന്ന മസാലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുക്കറിലേക്ക് തട്ടി കൊടുക്കാം. കുക്കറിലിട്ടിട്ട് തന്നെ കുക്കറിൽ തന്നെ അതിലിരുന്നിട്ട് തന്നെ ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ച കടല ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച ഒരു കൊഴുപ്പുണ്ടല്ലോ, അതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരുവിധമുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. കടല കുറച്ചെടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് കടലക്കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കടലക്കറി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാത്രം കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പത്തിന് 7:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് 7:50 ആകുമ്പോൾ ഇറങ്ങൂട്ടോ. എന്നാലാണ് കറക്റ്റ് നമ്മൾ അത്ര സ്പീഡിലൊന്നും പോകില്ലല്ലോ. 8 മണിയാകുമ്പോഴേക്കും മദ്രസ വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മദ്രസ വിടുന്ന കറക്റ്റ് സമയത്തിന് ഞാൻ അവിടെ എത്തും ചെയ്യും. ചിലപ്പോൾ 8:55 ഇറങ്ങും, ചിലപ്പോൾ 8:50 ഇറങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പാത്രം കഴുകാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു, ചായയും കടിയൊക്കെ ആയി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവരതിനെ പോയി വിളിച്ചിട്ട് വരാം, മദ്രസയിലേക്ക് പോകട്ടെ. അപ്പോൾ ഇനി ഫർദ വീണ്ടും എടുത്തിടണം. അപ്പോൾ വാതിലടയ്ക്കാൻ മറന്നു, വീണ്ടും വാതിലടയ്ക്കാൻ വന്നേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ മേലെ പറുതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അപ്പോൾ അടുക്കളയിൽ നിന്നല്ലേ, അപ്പോൾ വീണ്ടും ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കാൻ പോയതാട്ടോ. നമ്മുടെ മുഖം എങ്ങനെയുള്ളതെന്ന് നമുക്ക് നോക്കണ്ടേ. അങ്ങനെ ഞാൻ ചെന്നതും മദ്രസ വിട്ടുവിട്ടോ. ഞാൻ ചെന്നതും ബെല്ലടിച്ചു കേട്ടോ. അപ്പോൾ മദ്രസയൊക്കെ വിട്ടിട്ട് അവരിതാ ഓരോരുത്തർ ഇറങ്ങി വരുന്നുള്ളൂ. ഇഷമോൾ അവരുടെ മോളിലത്തെ നിലയിലാണ് ആ ചുട്ടിൻ്റെയും കുഞ്ഞുൻ്റെയൊക്കെ ക്ലാസ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരണ്ടേ. അങ്ങനെ ഇതാ പിള്ളേരനൊക്കെ വണ്ടിയുമേ കയറ്റി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ ഇതാ വരുന്ന സമയത്ത് പാടത്ത് ഇങ്ങനെ നെല്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ വീഡിയോ പിടിച്ചതാണ്. കാണാൻ നല്ല രസം, നല്ല ചെറിയൊരു കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് വണ്ടിയുമ്പോൾ പോകാനും നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി നമ്മളിനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശില്പയ്ക്ക് ദോശമാവ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ കടയിൽ കയറിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാവാട്ടോ കടയിൽ നിന്ന്. 2 ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവൾക്ക് ഞാനത് വാങ്ങി കൊടുത്തു. അപ്പോൾ ഞാൻ വാതിൽ തട്ടിയിട്ട് എണീക്കണില്ല, തുറക്കണില്ല. അപ്പോൾ ഞാനതവിടെ തട്ടിയിട്ട് ഞാനതവിടെ വെച്ചിട്ട് പോന്നു കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ വിശക്കണു എന്നുള്ള പാട്ടായി. അപ്പോൾ ആ ചുട്ടന് ഇഷമോൾക്ക് ഞാൻ പുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയ കാരണം മദ്രസയിൽ നിന്ന് ചീരണിയൊക്കെ കിട്ടും. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂന് ഇന്നലെ ഉച്ചയ്ക്കല്ലേ പരീക്ഷ. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിപ്പോൾ പുട്ട് വേണ്ട, ഞാൻ ബിസ്ക്കറ്റും ചായയും കൂടിയിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞ കാരണം അവന് പുട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അവന് ചായ തിരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും കൂട്ടിയിട്ട് അവൻ കഴിച്ചു. ഇഷമോളും ആ ചുട്ടനും പുട്ടും കടലയും കഴിച്ചു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ അവർ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഇഷമോളും ആ ചുട്ടനും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചപ്പോൾ ആ ചുട്ടൻ്റെ ഉറക്കക്ഷീണം എപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. ആ ചുട്ടൻ ഇങ്ങനെ ഒരു മന്ദപ്പായിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുഞ്ഞ് ബിസ്ക്കറ്റും ചായയും കുടിക്കുന്നു. ഇഷമോള് കാലിമത്തൊക്കെ കുറവുണ്ട് കേട്ടോ. കാലിമത്തെ കുറവില്ല വെച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവള് വികൃതി കാണിച്ചിട്ടാട്ടോ അവൾക്ക് കാലിമ മുറിയായത്. അവർ പന്ത് കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയി നിൽക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞ് കേൾക്കാതെ പോയി നിന്നാട്ടോ. അപ്പോൾ നമുക്ക് ചായയും കടി ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും അങ്ങനെയായിട്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. ഒരു ദിവസത്തിലൊരു 3-4 വട്ടമെങ്കിലും ഞാൻ പാത്രം കഴുകും. 3-4 വട്ടം എന്നല്ല, അതിന് ചിലപ്പോൾ കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറവാകും. കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസം പിന്നെ പറയണ്ടേ, എപ്പോഴും പാത്രം കഴുകൽ തന്നെ പണി കിട്ടാം. അപ്പോൾ അതിനിടയിൽ ശില്പ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ പാത്രം കഴുകലൊക്കെ തകൃതിയായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും കുമ്പത്തിൽ ആദ്യം പുട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇഡ്ഡലി ചെമ്പിൽ വേഗം
വാരിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് വീണ്ടും ഇഡ്ഡലി ചെമ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ആ പുട്ട് മുമ്പ് ഒന്ന് കഴുകി വെച്ചതാട്ടാ. അപ്പോൾ ഈശമ്മോളോട് ആ ചുട്ടിനോടും പോയിട്ട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വാട്ടർ ബാഗൊക്കെ കൊടുന്ന് വെച്ചേരാണ് കഴുകാനുള്ളത്. അപ്പോൾ ഈശമ്മോൾ എന്നിട്ട് അങ്ങനെ കുളിക്കാൻ പോയിട്ടാ. മേലൊക്കെ അവൾ കഴുകും, തലയൊക്കെ ഞാൻ കഴുകി കൊടുക്കും കേട്ടോ. ആച്ചൂട്ടനെ ഇടയ്ക്കൊക്കെ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും, അല്ലാത്ത ദിവസം അവൻ തന്നെ കുളിക്കും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും. എന്തായാലും ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഞാൻ കുളിപ്പിച്ച് കൊടുക്കും, ബാക്കിയുള്ള ദിവസമായിട്ട് അവൻ ഒറ്റയ്ക്ക് കുളിക്കുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി തുടങ്ങി. അപ്പോൾ ഞാൻ അരി ഇടാമെന്ന് വിചാരിച്ചു. അരി ഇട്ടതിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കറിയൊക്കെ ഉണ്ട്. വൈകുന്നേരത്ത് നമ്മൾ തലേദിവസം വെച്ചിട്ടുള്ള പരിപ്പും കായും കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരി എന്തായാലും കഴുകിയിട്ടെന്ന് വെച്ചു. ഈ അരിയാണെങ്കിൽ 2, 3, 4 വട്ടം 5 വട്ടമൊക്കെ കഴുകിയാലും എടുക്കാത്ത പോലെ കേട്ടോ. എനിക്ക് തൃപ്തി ആവണില്ല. നല്ല ചുവന്ന കളറായിരുന്നു പ്രാവശ്യത്തെ മട്ട അരി. അപ്പം ഞാൻ ഇത്തിരി ചൂടുവെള്ളമൊക്കെ എടുത്ത് കഴുകി, ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകി നമ്മൾ അരി ഇട്ടു കേട്ടോ. അരി ഇട്ട് കൊടുത്തു. ഇനി ഇവരെ സ്കൂളിൽ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് മുന്നേ അവരെ ഒരുക്കിയിട്ടില്ല. ആവശ്യമോൾ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. പിന്നെ അവളതിനെ കുളിപ്പിച്ച് കൊടുത്ത് അവളതിനെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുക്കിയിട്ട് വേണം അവരെന്നെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അത് ആച്ചൂട്ടനെ ഒരുക്കണത് അവൻ്റെ ഇക്കാക കേട്ടോ. ആച്ചൂട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അവൻ പിടിച്ചിട്ടുണ്ട്. ഇനി പറക്കും തളിക സിനിമയിൽ പുതുമണവാളനെ ഒരുക്കിയ പോലെ ആക്കുമെന്ന് അറിയില്ല. ഭയങ്കര പൗഡർ ഇട്ട് കൊടുക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ദേശമോളനെയൊക്കെ കുളിപ്പിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇനി അവളതിനെ മുടി കെട്ടി കൊടുക്കലും അവളെ മേക്കപ്പ് സെറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ അത് തേക്കണം ഇത് തേക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാനൊന്ന് വെറുതെ തോണ്ടി വെച്ച് തേച്ച് കൊടുക്കും, അല്ലെങ്കിൽ തൊയിലുണ്ടാവില്ല. തേച്ച് തന്നില്ലല്ലോ പറയും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഉറങ്ങണ വരെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പിറ്റേ ദിവസം എണീറ്റാലും ചിലപ്പോൾ അതന്നെ പറയും. അവൾ മറക്കില്ല, എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ അതുപോലെ ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല കേട്ടോ. ചെവിയിൽ മുട്ട പോയ പോലെ അതന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ 2 ഭാഗമൊക്കെ കൊമ്പൊക്കെ കെട്ടി കൊടുത്ത് ഇനി കണ്ണിൻ്റെ മുകളിലും പിരികത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചിത്രം വരച്ച് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവളെ കൊണ്ടാക്കി കൊടുക്കണം മദ്രസയിൽ. പിന്നെ കുഞ്ഞുവിന് പിന്നെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ഫോണിൽ എഴുതാനുള്ളതും ഇതൊക്കെ വരും. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും. അപ്പോൾ ഫോൺ എടുക്കലും വർത്താനം പറയലും കുട്ടികൾ ഫോൺ മേടിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കുറേ വട്ടം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും കുഞ്ഞുവിന് ഫോണിൽ പഠിക്കാനുള്ളതുണ്ട് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എനിക്ക് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോൺ തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആ മക്കളൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്, സുന്ദരന്മാരായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരെ സ്കൂളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് പാല് കിട്ടും, ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണം. അപ്പോൾ 5 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ ബൂസ്റ്റിൻ്റെ പാക്കറ്റ്, ഞാൻ ഇവിടുന്ന് സൺഡേൻ്റെ കടയിൽ വാങ്ങി കൊടുക്കും. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് സ്കൂളിൽ നിന്ന് പാൽ കൊടുക്കുമ്പോൾ അതിലിട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പാച്ചൂട്ടിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നല്ല. അപ്പോൾ ഈശമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് മിന്നിയും വാശി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി ബാഗിലിട്ടിട്ട് ബൂസ്റ്റ് ബാഗിലിട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുഞ്ഞാണ് വീഡിയോ പിടിക്കുന്നത്, അവന് ഉച്ചയ്ക്കല്ലേ പരീക്ഷ. അപ്പോൾ അവിടെ പാലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടും കുട്ടികൾ കയറുന്നത് കണ്ടിട്ടൊക്കെ നോക്കുകയാണ്. അത് കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ഒരു മടിയാട്ടോ. അവിടെ എല്ലാവരും കൂടെ നോക്കണം. കാരണം അങ്ങനെ നമ്മൾ വണ്ടിയുമ്പം കയറിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്ന് ഞാനിതാ ചായ കുടിക്കുകയാണ് മക്കളെ. 9:15 ആയിട്ടുണ്ട്, 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഈ വീഡിയോ കാണുമ്പോഴായിട്ട് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഗുളിക കഴിച്ചിട്ടില്ലേ, തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചില്ലല്ലോ എന്നൊക്കെ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ചായ കുടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ രാവിലെ തന്നെ. പക്ഷെ അതിന് മുന്നേ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ലേ, ഞാൻ മറന്നുപോയി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അകം കൊലയൊക്കെ ഒന്ന് അടിച്ചോരി തുടച്ചു കേട്ടോ. അപ്പോൾ ഈ അകം തുടയ്ക്കുന്നതും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിൻ്റെ കയ്യിലെ ഫോണ് അവന് അവിടെ ഇരുന്നിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീഡിയോ പിടിക്കലാന്ന് പറഞ്ഞപ്പോൾ അവനെ ഒന്ന് പിടിച്ചതാട്ടെ ഈ റൂമിൽ ഇരുന്നിട്ട് മാത്രം. ബാക്കിയുള്ള സ്ഥലമൊന്നും തുടയ്ക്കുന്നതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അവന് ഫോൺ വേണം പറഞ്ഞു, പരീക്ഷയല്ലേ പഠിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചുവാരി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ രാത്രിയും കിടക്കുന്ന സമയത്തും വലിയ ചളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ചളിയൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് കാരണം കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ നോക്കിയിട്ട് പഠിക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. ഇനി കുറച്ച് നേരം റെസ്റ്റ്. ഞാനും കുഞ്ഞും കൂടിയിട്ട് ഇവിടെ കിടക്കും. അത് കഴിഞ്ഞപ്പോൾ സമയം 10:15 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 12 മണി ബസ്സിൽ പരീക്ഷയ്ക്ക് പോകണം. പരീക്ഷ ഉണ്ട്. ഞങ്ങള് എന്താ പറയാ, രാവിലെ 6 മണി മുതൽ 9:30 വരെ ഭയങ്കര ഓട്ടപ്പാച്ചിലല്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ആങ്കുലയൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിക്കണം. കൂട്ടാൻ ഇന്നലെ രാത്രി നമ്മൾ പരിപ്പും കായും കൂട്ടാൻ വെച്ചില്ലേ, അതുണ്ട്. അതിന് വൈകുന്നേരത്തെ കറി വയ്ക്കുള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 ആൾക്കുള്ള കറിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ കറി വെച്ച് കഴിഞ്ഞാൽ ആ കറി എടുക്കില്ല, അതവിടെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇനി ആ കറി കഴിഞ്ഞിട്ട് ഞാൻ ഇനി വെക്കുള്ളൂ കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് സമയമാണ് ഇപ്പോൾ.
നേരം വെറുതെ ഇരുന്നു. ഇനി കുറച്ചു നേരം റെസ്റ്റ്. പരീക്ഷയുള്ള ആളാട്ടാ കിടക്കണ് ചിരിച്ചിട്ട്. അങ്ങനെ കുഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നേന്ത്രപ്പഴം എടുത്ത് കയറ്റണ കാരണം അവന് വിശക്കണില്ലേക്ക് ചോറ് വേണ്ട പറഞ്ഞു. പിന്നെ പുട്ട് കഴിച്ചിരിക്കുന്നത് ഒരു 10:30-11 മണിയായിട്ടാട്ടോ അവൻ കഴിച്ചത്. അത് കാരണം അവന് വിശക്കണില്ല. 12 മണിക്കാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ വിശക്കണില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് അക്ഷയയിലേക്ക് പോകാണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആധാർ ഇതുവരെ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സമയം തീരാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോണ വഴിക്ക് അവനെ സ്കൂളിൽ ഇറക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം. അപ്പോൾ ഇത്തിരി പൗഡറൊക്കെ ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു. ആദ്യത്തെ ആധാർ കാർഡ് എന്നെ കണ്ടാൽ പേടിയാവും. അപ്പം ഇനിയുള്ള ആധാർ കാർഡിലേലും മുഖമൊക്കെ ഒത്തിരി ഭംഗിയായിട്ടിരുന്നോട്ടെ വെച്ചിട്ട് ഇത്തിരി പൗഡറൊക്കെ ഇട്ടിട്ട് പോകട്ടെ. എന്താ കാര്യം സത്യത്തിൽ ആധാർ കാർഡ് എടുത്തപ്പോൾ വീണ്ടും മുഖമൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ആധാറിൽ. അങ്ങനെ തിരിച്ചെത്തിയിട്ടാണ് നമ്മൾ ചോറ് ഊറ്റണത് കേട്ടോ. അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അക്ഷയയിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മളോട് 4:30 വായോ പറഞ്ഞിട്ട് നമ്മൾ തന്നെ വിട്ടുവിട്ടു. അവർ നമ്മുടെ പഴയ ആധാർ കാർഡൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ തിരിച്ചു പോന്നിട്ട് അവനെ സ്കൂളിലാക്കിയിട്ട് അപ്പോൾ വന്നിട്ടാണ് ചോറൊക്കെ ഞാൻ ഊറ്റണത്. പിന്നെ കറി ഒന്ന് ചൂടാക്കാണ്ടായിരുന്നു. ഇന്നലത്തെ കറി ഞാൻ പറഞ്ഞില്ലേ ചൂടാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചോറ് വയ്ക്കണം. അപ്പം ഞാനിതാ ചോറ് വയ്ക്കട്ടെ. ഒരു 1:30-2 മണിക്കായിട്ടാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കറിയും ഉണക്കമീൻ മുള്ളനും ഒക്കെ കൂടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ ഞാൻ 4:30 അക്ഷയയിൽ പോയി സംഭവമൊക്കെ സെറ്റായി കിട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നതിന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.